ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നിരാശ പകരുന്ന ഒരു കാര്യമാണ്. പക്ഷേ മൊറോക്കോ ഒരിക്കലും ഒരു ചെറിയ ടീമല്ല. സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തുന്ന ടീമാണ് മൊറോക്കോ. അതുകൊണ്ട് തന്നെ ഈ സമനില കാര്യമാക്കേണ്ട എന്ന അഭിപ്രായം പങ്കുവെക്കുന്ന ബ്രസീലിയൻ ആരാധകരും ഒരുപാടുണ്ട്. ഏതായാലും ഈ മത്സരത്തിന് ശേഷം മാധ്യമ പ്രവർത്തകയായ ഫെർണാണ്ട ജെന്റിൽ ബ്രസീലിയൻ ഇതിഹാസമായ റൊമാരിയോയോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഈ സമനില ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം തോൽവിക്ക് തുല്യമാണ് എന്ന് കരുതുന്നുണ്ടോ എന്നായിരുന്നു ചോദ്യം. റൊമാരിയോ ഇതിന് കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് ഫുട്ബോളിനെ കുറിച്ച് കൃത്യമായ അറിവില്ല എന്നാണ് റൊമാരിയോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മൊറോക്കോയെ പോലെയുള്ള ഒരു ടീമിനെതിരെ വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയത് തോൽവിക്ക് തുല്യമാണ് എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് ഫുട്ബോളിനെ കുറിച്ച് കൂടുതൽ അറിവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മൊറോക്കോയേക്കാൾ മികച്ച രൂപത്തിൽ കളിച്ചത് ബ്രസീൽ തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ടെക്നിക്കലി മികച്ചു നിന്നതും നല്ല പൊസഷൻ കൈവരിച്ചതും ബ്രസീൽ തന്നെയാണ്. തീർച്ചയായും അവരെക്കാൾ മികച്ച താരങ്ങൾ ബ്രസീലിനുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ മൊറോക്കോ ഒരിക്കലും ഒരു ചെറിയ ടീമല്ല. ഇതാണ് ബ്രസീലിയൻ ഇതിഹാസമായ റൊമാരിയോ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ സമനില വഴങ്ങിയത് അത്ര വലിയ ആശങ്കകൾക്ക് വഴിയൊരുക്കേണ്ട കാര്യമില്ല. ബ്രസീൽ മത്സരത്തിൽ നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട്, എതിരാളികൾ ശക്തരായിരുന്നു എന്നൊക്കെയാണ് റൊമാരിയോയുടെ അഭിപ്രായം. ഏതായാലും ഇനി ഗ്രൂപ്പ് ഘട്ടത്തിൽ 2 മത്സരങ്ങൾ കൂടി ബ്രസീലിന് അവശേഷിക്കുന്നുണ്ട്. ഇനി നടക്കുന്ന മത്സരത്തിൽ ഹെയ്ത്തിയാണ് ബ്രസീലിന്റെ എതിരാളികൾ. അതിനുശേഷം സ്കോട്ടിഷ് പടയെ ബ്രസീൽ നേരിടും. 2 മത്സരത്തിലും ഒരു മികച്ച വിജയം ബ്രസീലിന് അനിവാര്യമായി വരികയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.